ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നാം ഈ ദിവസങ്ങളിൽ ദൈവം ദൈവത്തിന് ബോധിച്ച വ്യക്തി, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു വ്യക്തി എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ. നാം ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് അത് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദാവീദിനെക്കുറിച്ച് കർത്താവ് പറയുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ പറയുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന വ്യക്തി, അല്ലെങ്കിൽ ദൈവം ബോധിച്ച വ്യക്തി എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദാവീദിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഈ ദൈവം ബോധിച്ച വ്യക്തി എന്ന് പറയുവാൻ കാരണമായത് എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 5 കാര്യങ്ങളെക്കുറിച്ച് കണ്ടു. ഇന്ന് ആറാമതായിട്ട് നമുക്ക് കാണാം. നമുക്കൊരു വേദഭാഗം വായിക്കാം. 2 ശമൂവേൽ 2-ൻ്റെ 8-ാം വാക്യം. 2 ശമൂവേൽ 2-ൻ്റെ 2 ശമൂവേൽ 2-ൻ്റെ 8-ാം വാക്യം. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു നീതിമാനായ രാജാവിനെയാണ്. നമ്മുടെ കർത്താവ് നീതിമാൻ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ദാവീദിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ ദാവീദ് ഒരു നീതിമാനായ രാജാവായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ നീതിയോടും ന്യായത്തോടും കൂടിയാണ് ജനത്തിന് ന്യായപാലനം ചെയ്തതെന്നുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് അനേകം സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 2-ൻ്റെ 8-ാം വാക്യത്തിൽ, എന്നാൽ ശൗലിൻ്റെ സേനാപതിയായ നേരിൻ്റെ മകൻ അബ്നേർ ശൗലിൻ്റെ മകനായ ഈസ്ബെസെത്തിനെ മഹിനീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവനെ ഗിലിയാദ്, അശ്ശൂർ, ഇസ്രായേൽ, എഫ്രൈം, ബെന്യാമിൻ എന്നിങ്ങനെ എല്ലാ ഇസ്രായേലിയർക്കും രാജാവാക്കി. ശൗലിൻ്റെ മകനായ ഈസ്ബെസെത്ത് ഇസ്രായേൽ രാജാവായപ്പോൾ അവന് 40 വയസ്സായിരുന്നു. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ശൗൽ മരിച്ചു, അവൻ്റെ 3 മക്കളും മരിച്ചു. അത് കഴിഞ്ഞിട്ട് യഹൂദർ ദാവീദിനെ രാജാവാക്കണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ദാവീദിനെ രാജാവാക്കുവാനായിട്ട് അവർ 2 ഗോത്രങ്ങൾ ഉള്ള യഹൂദ ഗോത്രം, ബെന്യാമിൻ ഗോത്രവും കൂടി ദാവീദിനെ രാജാവാക്കി. എന്നാൽ ഇസ്രായേൽ ഗോത്രത്തിൽ അബ്നേറിന്, അത് ശൗലിൻ്റെ സേനാനായകനായ അബ്നേറിന് അത് പിടിച്ചില്ല, അവനത് സമ്മതിച്ചില്ല എന്ന് നമുക്ക് കണ്ടു. അങ്ങനെ ദാവീദ് രാജാവിനെ കർത്താവ് കൽപ്പിച്ചതാണ്, എന്നിട്ടും രാജാവാക്കുന്നതിന് പകരമായിട്ട് അബ്നേർ ശൗലിൻ്റെ മകനായ ഈസ്ബെസെത്തിനെ രാജാവാക്കിയെന്ന് കാണുവാനായിട്ട് സാധിക്കും. രാജാവിന് അതുകൊണ്ട് ശൗലിന് നീതിമാനായ രാജാവായതുകൊണ്ട് ചതിയിൽ മറ്റുള്ളവരെ കൊന്ന് രാജാവാകണമെന്നുള്ളത് ആഗ്രഹമില്ലായിരുന്നു. എന്നാൽ നാം കാണുന്നത് യോവാബ് അബ്നേറിനെ ചതിയിൽ കൊന്നു. നമുക്കത് 3-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം വച്ചു. അബ്നേർ ഹെബ്രോനിലേക്ക് മടങ്ങി വന്നപ്പോൾ യോവാബ് സ്വകാര്യം പറവാൻ അവനെ പടിവാതിക്കൽ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. തൻ്റെ സഹോദരനായ അസഹേലിൻ്റെ രക്തപ്രതികാരത്തിനായി അവിടെ വെച്ച് അവനെ വയറ്റത്ത് കുത്തി കൊന്നുകളഞ്ഞു. ദാവീദ് അത് കേട്ടപ്പോൾ, നേരിൻ്റെ മകനായ അബ്നേറിൻ്റെ രക്തം സംബന്ധിച്ച് എനിക്കും എൻ്റെ രാജ്യത്തിനും യഹോവയുടെ മുമ്പാകെ ഒരിക്കലും കുറ്റമില്ല എന്ന് പറഞ്ഞു. ദാവീദ് ഒരു നീതിമാനായ രാജാവായതുകൊണ്ട് ചതിയിൽപ്പെട്ട് ചതിച്ചു കൊന്നിട്ട് രാജാവാകാൻ ആഗ്രഹിച്ചില്ല. മറ്റു പലരാണെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കും. കാരണം ഒരു രാജാവിന് പല കാര്യങ്ങൾ അങ്ങനെ സാധിക്കുമല്ലോ. എന്നാൽ ഇവിടെ ദാവീദ് രാജാവിനെ, അവൻ നീതിമാനായ രാജാവായതുകൊണ്ട് ചതിയിൽ കൊന്നിട്ട് അവന് മുഴുവനുമായിട്ട് രാജ്യത്വം ഏറ്റെടുക്കണമെന്ന് ആഗ്രഹിച്ചില്ല. അങ്ങനെ യോവാബ് അബ്നേറിനെ കൊന്നപ്പോൾ സന്തോഷിക്കുകയല്ല ചെയ്ത നീതിമാനായ രാജാവ്, ദുഃഖിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമുക്ക് 31-ാം വാക്യത്തിൽ കാണുന്ന, ദാവീദ് യോവാബിനോടും അവനോട് കൂടെയുള്ള സകല ജനത്തോടും, നിങ്ങളുടെ വസ്ത്രം കീറി ചാക്കുശീല എടുത്ത് അബ്നേറിനെന്ന മുമ്പിൽ നടന്ന് വിലപിപ്പീൻ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ശവമഞ്ചത്തിൻ്റെ പിന്നാലെ നടന്നു. അവർ അബ്നേറിനെ ഹെബ്രോനിലേക്ക് അടക്കം ചെയ്തപ്പോൾ രാജാവ് അബ്നേറിൻ്റെ ശവക്കുഴിയിൽ ഉറക്കെ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. ഇവിടെ നമുക്ക് അബ്നേറിൻ്റെ തന്നെ രാജാവാക്കാത്ത, അല്ലെങ്കിൽ തന്നെ രാജാവാക്കാൻ ഇഷ്ടപ്പെടാത്ത അബ്നേറിൻ്റെ മുമ്പാകെ ശവത്തിൻ്റെ മുമ്പാകെ പൊട്ടിക്കരയുന്ന നമുക്കൊരു ദാവീദ് രാജാവിനെ കണ്ടു. ചുമ്മാതെ കരയല്ല ചെയ്ത്, അവൻ്റെ ഹൃദയഭാരത്തോടു കൂടി അവൻ കരഞ്ഞു. സകല ജനവും കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാത്രമല്ല, അബ്നേറിനെ കുറിച്ചൊരു വിലാപഗീതം ചൊല്ലിയതെന്താൽ, അത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തവണ്ണം അത് പ്രധാനപ്പെട്ടതായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ ദൈവത്തിൻ്റെ വചനത്തിൽ വന്നിരിക്കുന്നതെന്ന് കാണാനായിട്ട് സാധിക്കും. രാജാവോടെ പാട്ട് പാടിയാൻ, അബ്നേർ ഒരു നീചനെ പോലെയോ മരിക്കേണ്ടതിന് നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല,
നിന്റെ കാലിന് ചങ്ങലയിട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകും പോലെ നീ പട്ടുപോയല്ലോ. സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. നേരം വൈകും മുമ്പ് ജനമെല്ലാം ദാവീദിനെ ഭക്ഷ്യം കഴിപ്പിക്കേണ്ടതിന് വന്നപ്പോൾ സൂര്യൻ അസ്തമിക്കും മുമ്പ് ഞാൻ അപ്പം എങ്കിലും മറ്റ് യാതൊന്നെങ്കിലും ആശ്വസിച്ചാൽ ദൈവം എന്നോട് തക്കോണം അധികം ചെയ്യട്ടെ എന്ന് ദാവീദ് സത്യം പറഞ്ഞു. ഇത് ജനമെല്ലാം അറിഞ്ഞപ്പോൾ രാജാവ് ചെയ്തൊക്കെ സർവ്വജനത്തിന് ബോധിച്ചിരുന്ന പോലെ ഇതും അവർക്ക് ബോധിച്ചു. ഇവിടെ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. ഇവിടെ സർവ്വജനവും പറയുന്ന ഒരു കാര്യമാണ് ദാവീദിനെക്കുറിച്ച്, നീതിമാനായ ഒരു രാജാവ് എന്നുള്ളത് അവന് കിട്ടിയതായിട്ടുള്ള ഒരു ജനവും അത് സമ്മതിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട്. രാജാവ് ചെയ്തതെല്ലാം സർവ്വജനത്തിന് ഇരുന്നപോലെ ഇതും അവർക്ക് ബോധിച്ചു. അങ്ങനെ ഏ, നേരിന്റെ പുത്രനായ അബ്നേരിനെ കൊന്നത് രാജാവിന്റെ അറിവോടല്ല എന്ന സകല ജനത്തിനും ഇസ്രായേലിനൊക്കെയും അന്ന് ബോധ്യമായി. ഉം, കാരണം ദാവീദ് രാജാവ് ഒരു നീതിമാനായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ബോധിച്ച വ്യക്തിയെന്ന് ദാവീദിനെ കുറിച്ച് പറയുവാനായിട്ട് കാണുന്നത്. ഏഴാമതായിട്ട് നമുക്ക് കാണുന്നത് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം പലപ്പോഴും നമ്മുടെ നമ്മുടെ സമയത്തിനായിട്ട് നമുക്കത് നമുക്ക് ഒരു കാര്യം കിട്ടുന്നതിന് വേണ്ടി ധൃതിയുള്ളവരും ദൈവസമയത്തിന് വേണ്ടി പലപ്പോഴും കാത്തിരിക്കാത്തവരുമാണ്. എന്നാൽ ദാവീദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ദൈവസമയത്തിനായി കാത്തിരിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് 1 ശമൂവേൽ 16 12 വാക്യം ഒന്ന് വായിക്കാം. 1 ശമൂവേൽ 16 12 വാക്യത്തിൽ അവിടെ നാം കാണുന്നത് ദാവീദ് ഉടനെ അവൻ ആളെ അയച്ച് അവനെ വരുത്തി. എന്നാൽ അവൻ പൗഴനിറമുള്ളവനും സുനേത്രനും കോമളൻ രൂപിയായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്തു, ഇവൻ തന്നെ ആകുന്നെന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്മേൽ വന്നു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദാവീദിനെ സകല ഇസ്രായേലിനും രാജാവായിട്ട് അഭിഷേകം ദാവീദ് ശമൂവേൽ ചെയ്തെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതറിഞ്ഞത് മുഖാന്തരമായിട്ട് ശൗൽ രാജാവ് ദാവീദിനെ ദോഷിക്കുകയും അവനെ ഉപദ്രവിക്കുവാൻ നോക്കുകയും അവനെ കൊല്ലുവാൻ നോക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദാവീദിനറിയാം ദാവീദ് രാജാവാകും ഒരു ദിവസം. എന്നാൽ ആ ദിവസത്തിനായിട്ട് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്ന ക്ഷമയോടെ കാത്തിരിക്കുന്ന നമുക്ക് ഒരു ദാവീദിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു വേദഭാഗവും കൂടെ വായിക്കാം. 1 ശമൂവേൽ 24 അധ്യായത്തിൻ്റെ 5 വാക്യത്തിൽ നാം കാണുന്നത് 1 ശമൂവേൽ 24 5 വാക്യത്തിൽ നാം കാണുന്നത് അവിടെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. 1 ശമൂവേൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദാവീദിനെ ദാവീദ് മരുഭൂമിയിൽ ഒളിച്ചു പാർക്കുകയാണ്. ദാവീദ് രാജാവായിട്ട് അഭിഷേകം ചെയ്തവനാണ്. എന്നാൽ അവൻ ഇന്ന് ഒളിച്ച് പാർക്കുകയാണ്. അപ്പോൾ ഒളിച്ച് പാർക്കുമ്പോൾ ദാവീദിനെ അറിയാം ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതാണ്. അതുകൊണ്ട് ശൗലല്ല ദാവീദാണ് ഇനി രാജാവാകേണ്ടതെന്ന് ദാവീദിന് നന്നായിട്ട് അറിയാം. അങ്ങനെ എന്നാൽ ശൗൽ അവനെ കൊല്ലുവാനായിട്ട് അവനെ ആദ്യം അവനെ മേലധികാരി ആക്കിയതാണ്. എന്നാൽ അതിൽ നിന്ന് അവനെയൊക്കെ മാറ്റിയിട്ട് അവനെ കൊല്ലുവാനുള്ള പ്ലാൻ ഇട്ട് നടക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ തക്കം ഇരുന്ന സമയത്താണ് ശൗലിനെ ദാവീദിൻ്റെ മുമ്പിൽ കിട്ടിയതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ സാധാരണ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ ഉടനെ തന്നെ ശൗലിനെ കൊന്ന് രാജാവായേനെ. എന്നാൽ ദാവീദ് ദൈവഭക്തനായതുകൊണ്ട്, ദൈവം ബോധിച്ച വ്യക്തിയായതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 24 4 വാക്യത്തിൽ ദാവീദിൻ്റെ ആളുകൾ അവനോട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അപ്പോൾ ശൗൽ എല്ലാ ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുത്തിരുന്ന 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അവൻ്റെ ആളുകളെയും തിരയുവാൻ കാട്ടാളിൻ പാറകളിൽ ചെന്നു. അവൻ വഴിയരികിലുള്ള ആട്ടിൻ തൊഴുത്തിങ്കിലെത്തി. അവിടെ ഒരു ഗുഹയുണ്ടായിരുന്നു. ശൗൽ കാൽമടക്കത്തിന് അതിൽ കടന്നു. എന്നാൽ ദാവീദ് അവൻ്റെ ആളുകളും ഗുഹയുടെ ഉള്ളിൽ പാർത്തിരുന്നു. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസ്സാക്ഷി കുത്തിത്തുടങ്ങി. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാൻ്റെ നേരെ കൈയെടുക്കുന്നതായി ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ചമർത്തി ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല.
ശൗൽ ഗുഹയിൽ നിന്ന് എഴുന്നേറ്റ് തൻ്റെ വഴിക്ക് പോയി. ഇവിടെ നാം ആണെങ്കിൽ വിചാരിക്കും ദൈവം കൊണ്ടുവന്ന് മുമ്പിൽ എത്തിച്ചു. ദൈവം തന്നതാണ്, ഒരു ചാൻസാണ്. ശൗലിനെ കൊന്നിട്ട് ഏ, ശൗലിനെ കൊന്നിട്ട് രാജാവാകാനുള്ള തക്ക സമയം ദൈവം താൻ ഒരുക്കി തന്നതാണ് എന്നാണ് നമ്മളിൽ പലരും ആണെങ്കിലും ചിന്തിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവത്തിൻ്റെ ഹിതം ചെയ്യുന്ന ദാവീദിന് ഒരു കാര്യം മനസ്സിലായി: ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് അവൻ തൻ്റെ കയ്യിൽ കിട്ടിയ ശത്രുവിനെ കൊല്ലാതെ കൊന്നില്ല എന്ന് മാത്രമല്ല, അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരഗ്രം ഖണ്ഡിച്ചത് മുഖാന്തരമായിട്ട് അവൻ്റെ ഹൃദയം കുത്തി എന്നാണ് നാം കാണിച്ചത്. അതാണ് ദാവീദ് രാജാവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ദാവീദ് തൻ്റെ സമയത്തിനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന സമയത്തിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് നമുക്ക് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു വേദഭാഗം കൂടെ വായിക്കാം. സങ്കീർത്തനം 37-ൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്ന യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവരെയും ദുരുപായം പ്രയോഗിക്കുന്നവരെയും കുറിച്ച് നീ മുഷിയരുത്. ഇവിടെ യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. അതേ ദൈവമക്കളെ, ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തരും, തീർച്ചയാണ്. നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അനേക ദുഃഖങ്ങളുണ്ട്. ആ ദുഃഖങ്ങളാകുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് അനേകം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഉടനെ തന്നെ മറുപടി കിട്ടിയില്ല എന്ന് വരാം. അങ്ങനെ ഉടനെ തന്നെ മറുപടി കിട്ടാതെ വരുമ്പോൾ സംശയിക്കുകയോ ദൈവത്തിന് നേരെ പിറുപിറുക്കുകയോ അത് എന്തുകൊണ്ടെന്ന് ചോദിക്കുകയൊന്നും ചെയ്യാതെ ഇത് കാര്യസാധ്യം അത് ദൈവത്തിൻ്റെ മുമ്പാകെ കാര്യസാധ്യം കാര്യസാധ്യം ലഭിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. എന്നാൽ അവരെ ഓർത്ത് ചിന്തിക്കുക അല്ലാതെ അല്ല വേണ്ടത്. യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിനെ കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ അവനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തതാണ്. അവനറിയാം അവൻ രാജാവ് ആവാകും. അവനൊരു ചാൻസ് കിട്ടിയെന്ന് മറ്റുള്ളവർക്ക് തോന്നി. എന്നാൽ ദാവീദ് രാജാവിനറിയാമായിരുന്നു അത് 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 ചാൻസല്ല. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം എന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തെങ്കിൽ ദൈവം രാജാവാക്കും. ആ സമയത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുന്ന ദാവീദ് രാജാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിലും നാം ക്ഷമയോടെ കർത്താവിനായി കാത്തിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാം ഇന്ന് കണ്ടു ദാവീദിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ദാവീദ് ദൈവത്തിന് ബോധിച്ച ദൈവഹിതപ്രകാരം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് എന്തുകൊണ്ട് ദാവീദിനെക്കുറിച്ച് പറഞ്ഞു? നമ്മൾ നേരത്തെ 5 കാര്യങ്ങൾ കണ്ടു. ഇന്ന് നമ്മൾ കണ്ടു ദാവീദ് നീതിമാനായ ഒരു രാജാവായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്ന ദാവീദിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ നീതിയോടും വിശുദ്ധിയോടും കൂടെ ജീവിക്കുവാനും ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് ക്ഷമയോടെ കാത്തിരിപ്പാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.